അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഗ്രീൻ പീസ് വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതാ നമ്മൾ 1 കപ്പ് ഗ്രീൻ പീസ് ഞാൻ നല്ലപോലെ കഴുകി ഒരു 4 മണിക്കൂർ കുതിർത്തി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ച് കുക്കറിൽ ഒരു 3 വിസിൽ വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ആട്ടോ ഇത്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് നമ്മൾ സാധാരണ എങ്ങനെയാണോ ഗ്രീൻ പീസ് റെഡിയാക്കി എടുക്കുന്നത് ആ രീതിയിൽ ഒരു 3 വിസിലിൽ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് 2 സവോള എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 2 പിടിയോളം തേങ്ങ വേണം, 4 മുട്ട നമ്മളിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കാം. ഒരു 3-4 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് കടുക് ഇട്ട് നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കടുകൊക്കെ നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി നല്ല പൊടി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ളതാട്ടോ. നിങ്ങൾക്കത് ചതയ്ക്ക് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത നമ്മുടെ ഈ ഒരു സവോള ചേർക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. നമ്മൾ ഗ്രീൻ പീസിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്, നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഉള്ളി നല്ല പോലെ ഒന്ന് വഴണ്ട് വരണം. അതുവരെ ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. നല്ലൊന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരല്പം മുളക് പൊടി നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം കുരുമുളകിൻ്റെ പൊടി. ഞാനിവിടെ ഒരല്പം മീറ്റ് മസാലയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഈ ഒരു കുരുമുളകിൻ്റെ പൊടിയും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുളക് പൊടി മാത്രം മതി കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഇതാ 1 പിടിയോളം തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കുക്കറിൽ ഒരു 3 വിസിലാണ് ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ആ ഒരു പ്രഷറിനനുസരിച്ചായിരിക്കും കേട്ടോ സംഭവം എന്ത് വരിക. അപ്പോൾ ചിലത് 3 വിസിലൊക്കെ ആകുമ്പോൾ നല്ല പോലെ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലുള്ള ആ ഒരു വെള്ളം നല്ല പോലെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രീൻ പീസിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയി വരണം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു 4 മുട്ട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിച്ചവർക്കൊക്കെ അറിയായിരിക്കാം. ഒട്ടുമിക്കത് നമ്മൾ ബീച്ചിലൊക്കെ പോയാലാണ് ഈ ഒരു ഐറ്റം കൂടുതലും നമുക്ക് കഴിക്കാൻ കിട്ടുക. അതേപോലെ ഇപ്പോൾ ഉത്സവങ്ങളിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ, പല സ്ഥലങ്ങളിലും നമ്മളിത് കാണുന്നുണ്ട്. പക്ഷേ ഉത്സവങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിച്ച് കഴിക്കാനൊരു താല്പര്യക്കുറവാണ്. കാരണം നല്ലപോലെ പൊടിയൊക്കെ പാറി നമുക്ക് കാണുമ്പോൾ തന്നെ അത് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് നമുക്ക് കഴിക്കാൻ. പക്ഷെ ബീച്ചിലാണ് കൂടുതലും ഈ ഒരു സംഭവം കാണുന്നത്. അപ്പം ഇനി ഇത് നല്ല പോലെ ഒന്ന് സെറ്റായി നമ്മൾ ഒഴിച്ച ആ ഒരു നമ്മുടെ ഗ്രീൻ പീസിലുള്ള വെള്ളവും കൂടെ ഒക്കെ ഒന്ന് ഡ്രൈ ആയി വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം.
സെറ്റാവട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ പീസിൽ നിന്നുള്ള വെള്ളമൊക്കെ നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു 4 മുട്ട ഉണ്ടല്ലോ, ഇതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ആവശ്യത്തിലേറെ നമ്മളിതിൽ ഉപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. കുരുമുളകിൻ്റെ പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഇതിൽ എക്സ്ട്രാ നമ്മുടെ മുട്ടയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു മുട്ട നമുക്കിതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തങ്ങ് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. മല്ലിയിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആവട്ടെ. എന്നിട്ട് നമുക്കൊരല്പം മല്ലിയില ഇതിലേക്ക് ഒന്ന് തൂവി കൊടുക്കാം. പിന്നെ ഇത് കണ്ടില്ല, ഒരു കുഴഞ്ഞ പോലെയാണിത് ഇരിക്കുന്നത്. പിന്നെ ഇതൊന്നും കൂടെ ഒന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഞാനിതൊന്ന് മൂടി വെക്കാതെ തന്നെ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഈർപ്പൊക്കെ നല്ല പോലെ വലിഞ്ഞ് നമ്മുടെ ഗ്രീൻ പീസിലേക്ക് ആ ഒരു മുട്ടയുടെ കോട്ടിങ്ങൊക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരല്പം മല്ലിയില പുതിനയിലയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്ര ഉള്ളൂ നമ്മുടെ ബീച്ചിലും അതേപോലെ ഉത്സവങ്ങളിലൊക്കെ കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസ് വെച്ചൊരു ഐറ്റം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയും മതി. നമ്മുടെ ആ ഒരു പുതിനയിലൊക്കെ നല്ല പോലെ ഇതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂട് കട്ടൻ കാപ്പിയുടെ കൂടെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. ഈവനിങ് സ്നാക്കായിട്ടും അതേപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള നല്ലൊരു ഐറ്റം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെയൊക്കെ നല്ല കിഡിലൻ നൈറ്റാട്ടോ. അപ്പോൾ ഇത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമുക്ക് ബീച്ചിൽ അതേപോലെ ഉത്സവങ്ങളിലൊക്കെ പോയാലാണ് ഈ ഒരു ഐറ്റം നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ പീസും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അഡാറായിട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബീച്ചിലും ഉത്സവങ്ങളിലൊക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വൈകിട്ടുള്ള കട്ടൻ ചായയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.